കൃഷിയിടങ്ങളിലെ പുതുവഴികൾ. തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവ്. പാരമ്പര്യ കൃഷികൾ ഉപേക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില കർഷകർ പുതുവഴികൾ തേടി നൂറുമേനി വിളയിക്കുന്നു. കോടശ്ശേരി പഞ്ചായത്തിലെ കർഷകർക്ക് അത്ര പരിചിതമല്ലാത്ത തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവ് നേടിയാണ് കോതേശ്വരംപാടത്ത് വിളവെടുപ്പ് നടത്തിയത്. ജയരാജ് ഉപ്പത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള 75 സ്ഥലം പാട്ടത്തിനെടുത്താണ് എലിഞ്ഞിപ്ര സ്വദേശിയും ജൈവ കർഷകനും പ്രവാസിയുമായ ജയപ്രകാശ് എടത്താടൻ കൃഷി ഇറക്കിയത്. ഇതിനായി 1150 തണ്ണിമത്തൻ വിത്ത് കോൾക്കുന്ന് കർഷക സംഘത്തിൽ നിന്നും ശേഖരിച്ചു. കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൃഷി പരിപാലനം. തണ്ണിമത്തൻ കൃഷി ആദ്യമായാണ് ചെയ്യുന്നതെങ്കിലും മികച്ച വിളവ് ലഭിച്ചു. കിരൺ ഇനത്തിലെ സ്വീറ്റ് കീൻ വകഭേദമാണ് കൃഷി ഇറക്കിയത്. ജനുവരിയിൽ കൃഷി ഇറക്കി മുട്ടിട്ട ശേഷം 50 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പാകമായി. ഓരോന്നിനും 3 കിലോയിലേറെ തൂക്കമുണ്ടെന്നും മൊത്തം 2 ടൺ തണ്ണിമത്തൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ 5 വർഷമായി മാള, ആനന്ദപുരം, ചെങ്ങാലൂർ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നെല്ല്, വാഴ തുടങ്ങിയ കൃഷികൾ ചെയ്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം വരെ കോതേശ്വരംപാടത്ത് കൊള്ളിയായിരുന്നു കൃഷി ചെയ്തത്. പുതിയ കൃഷിരീതി പരീക്ഷിക്കാൻ സാമ്പത്തിക നഷ്ടവും കാരണമായി. ചെറുപ്പം മുതലേ കൃഷി ചെയ്യാനുള്ള ആഗ്രഹമാണ് നീണ്ട പ്രവാസകാലത്തിന് ശേഷം സഫലീകരിക്കുന്നത്. തണ്ണിമത്തനെ കൂടാതെ പയർ, കൊള്ളി, പൊട്ടുവെള്ളരി, കണിവെള്ളരി, ചീര, പാവലം, കുക്കമ്പർ എന്നിവയും കോതേശ്വരംപാടത്ത് ജയപ്രകാശ് കൃഷി ചെയ്യുന്നുണ്ട്. ദീർഘകാലം ഗൾഫിലായിരുന്നു. ഒരു പ്രവാസി ആയതിനു ശേഷം മനസ്സിൽ തോന്നിയ ഒരു പരിപാടിയാണ് എന്തെങ്കിലും കൃഷി സംബന്ധമായ കാര്യങ്ങളിലേക്ക് തിരിയാൻ, ഒരു പാഷനായിട്ട് അങ്ങനെ തുടങ്ങിയ സംരംഭമാണത്. ജയരാജ് അതിനുവേണ്ടി സ്ഥലം തരികയും ചെയ്തു. ഞാൻ അതിനകത്ത് കഴിഞ്ഞ വർഷം കൊള്ളി നടത്തി, വലിയ ഗുണമുണ്ടായില്ല. ഇത്തവണ ഒന്ന് മാറി പരീക്ഷിച്ചാണ് തണ്ണിമത്തനും പൊട്ടുവെള്ളരിയും അങ്ങനെ അലൈഡായിട്ടുള്ള പലതും. അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു 3/4 ഏക്കർ സ്ഥലത്താണ് ഞാൻ ഈ പണി ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ടും ഓർഗാനിക് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിഷരഹിതമായിട്ടുള്ളതാകണം എന്നൊരു തോന്നലിൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. 2 ടണ്ണിൻ്റെ താഴെ ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ്. കോടശ്ശേരി കൃഷി ഓഫീസർ ഡോക്ടർ ഐശ്വര്യ രവി തണ്ണിമത്തൻ കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് VB അഭിലാഷ്, പഞ്ചായത്ത് അംഗം ഉഷ ശശിധരൻ, ജോസ് പീണിക്കപ്പറമ്പൻ, ഗോപി തണ്ടാമ്പറമ്പിൽ, MC അഭിലാഷ് എന്നിവർ പങ്കെടുത്തു. ആദ്യമായിട്ട് ചേട്ടന് ഏറ്റവും വലിയ അഭിനന്ദനങ്ങളായിരുന്നു. ഇതുവരെ ചെയ്യാത്തൊരു കൃഷി രീതിയിലേക്ക് ചേട്ടൻ കടന്നു വന്നു. അത് വിജയകരമായിട്ട് ചെയ്യാനും സാധിച്ചു. അതിൽ ഏറ്റവും എല്ലാ ആശംസകളും നേരുന്നു. ശേഷം നമ്മൾ കൃഷി വകുപ്പ് തീവ്ര പച്ചക്കറി, സമഗ്ര പച്ചക്കറി യജ്ഞം ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചക്കറിയിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പച്ചക്കറി മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, നമ്മൾ തരിശായി കിടക്കുന്ന നിലങ്ങളൊക്കെ പച്ചക്കറി കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചേട്ടനും അതിൽ പങ്കാളി ആയി കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇനി തുടർന്നും ചേട്ടൻ കൂടുതൽ ഈ സ്ഥലത്ത് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പച്ചക്കറി കൃഷിയിൽ വ്യാപൃതനാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മളെല്ലാ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൃഷി വകുപ്പും ഒപ്പം ഉണ്ടായിരിക്കും. കൃഷിഭവനിലേക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും വരാവുന്നതാണ്. നമ്മുടെ എല്ലാ സഹകരണം ഉണ്ടായിരിക്കും. പച്ചക്കൃഷിയിലേക്ക് ജനങ്ങൾ ഇറങ്ങി ചെല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സർക്കാർ സബ്സിഡിയൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ തരിശിട്ട ഭൂമികളെല്ലാം തന്നെ കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഇതുവരെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് അവിടെ നിന്നും വിഷമടങ്ങിയ പച്ചക്കറികളാണ് നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ആരോഗ്യം നിലനിർത്തുന്നതിനും നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് തന്നെ നമ്മൾ നമ്മുടെ തരിശിട്ട ഭൂമികൾ വേണ്ട വിധത്തിൽ കൃഷി ചെയ്യാൻ, തണ്ണിമത്തന്നെ നമ്മൾ അധികം ആരും കാണാറില്ലേ, കോടശ്ശേരിയിൽ തന്നെ അധികം കാണാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഇങ്ങനെ തണ്ണിമത്തൻ മുൻകാലങ്ങളിലൊക്കെ ഞങ്ങൾ എൻ്റെ പറമ്പിലൊക്കെ ഉണ്ടായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിളവെടുപ്പിൽ പങ്കെടുക്കുന്നത്. അതിലതിയായ സന്തോഷമുണ്ട്. പച്ചക്കറി കൃഷി വളരെ ജൈവ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മളൊക്കെ വന്ന് നോക്കാറുണ്ട്. വളരെ നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും.